വേണ്ട. ഇത് 8 കാലിൻ്റെ ഐസിയാണ്. വേണ്ട 8 കാല് വേണ്ട. 1 2 3 4 5 6 7 8 കാലിൻ്റെ 555 IC വേണ്ട. 555 IC. ഇതിൻ്റെ 1 നെഗറ്റീവ് വേണ്ട. നെഗറ്റീവ് 8 പോസിറ്റീവ് DC സപ്ലൈ ആണ്. വോൾട്ട് 6 വോൾട്ടിങ് കൊടുത്താൽ മതി. ഇത് ടൈമർ എക്സൈറ്റ് ഉപയോഗിക്കും. ഇതിപ്പോൾ ബട്ടൺ പറയണ്ട, ഒന്ന് ട്രിഗർ ചെയ്യാം. പകരം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് കത്തും. ഇത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിലേക്ക് കെടും. മൈക്രോ സ്വിച്ചുകളാണ്, ചെറിയ സ്വിച്ചുകൾ. ഇതിൻ്റെ ഇവിടെ എന്താണ് ഇത് വേറെ തരാം. സാധാരണ സ്വിച്ച്, കോമൺ സ്വിച്ച്, ഒരു സ്വിച്ച് എന്നിട്ട് അതിങ്ങനെ സീരിയസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്വിച്ച് ഇടുമ്പോൾ സപ്ലൈ ഇതിൽ കൂടെ വന്നിട്ട് ഇത് കത്തും, ഈ ലാമ്പ് കത്തും. ഈ സ്വിച്ച് ഇടുമ്പോഴും അത് കത്തിയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നിട്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്തു ഏതെങ്കിലും 2 സ്വിച്ച് ഒരേ ലെവലിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഒരു സ്വിച്ച് 2 സ്വിച്ചും ഒരേ ലെവലിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കെടും. അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കത്തും. കണ്ട 2 സാധാരണ സ്വിച്ച് കണ്ട. ഈ സ്വിച്ച് ഇങ്ങോട്ട് വെച്ചാൽ സപ്ലൈ കൂടെ വന്ന് ഈ ലാമ്പ് കത്തും. ഈ സ്വിച്ച് ഇട്ടാൽ പഴുപ്പഴി ഇങ്ങനെ വന്ന് ഇത് കത്തും. ഈ സ്വിച്ച് ഓഫ് ചെയ്താലും ഇതിൽ സപ്ലൈ ഉണ്ടല്ലോ, ഇതിൽ കൂടെ അല്ല ഓണായില്ല. അപ്പോൾ ഈ ലാമ്പ് കത്തും. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമ്പ് കത്തും. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുക, ഈ സ്വിച്ച് ഓഫ് ചെയ്താലും ഓൺ ചെയ്താൽ ഇത് കത്തും, ഓഫ് ചെയ്താൽ ഇത് കെടും. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് കെടും, ഓഫ് ചെയ്താൽ ഇത് കത്തും. ഉണ്ടാകും. ഇത് ട്രാഫിക് ലൈറ്റ്. ഇത് BC1547 ട്രാൻസിസ്റ്റർ 548 549 ഒക്കെ ഉപയോഗിക്കാം. ഇതേ മീറ്റർ, ഇത് പൈസ കളക്ടർ. ഇത് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. ചാർജ് ആയിട്ട് ഇതിന് വോൾട്ടേജ് വരുമ്പോൾ ചാർജ് ആവും. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് ബേസിലേക്ക് ഒരു വോൾട്ടേജ് ഇവിടുന്ന് വരും. വോൾട്ടേജ് ഇങ്ങനെ വന്നിരിക്കും വരും ടെൽക്കി വഴി. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് സപ്ലൈ ഇങ്ങനെ വന്ന് ഈ കപ്പാസിറ്റർ ചാർജ് ഇതിൽ കൂടെ ഇത് കണ്ടക്ട് ചെയ്ത് ഇതിൽ കൂടെ കറണ്ട് ഇങ്ങനെ വന്ന് ഇതിലേക്ക് വരും. ഇങ്ങനെ വന്ന് ഈ ലൈറ്റ് കത്തും. അപ്പോൾ ഓരോന്ന് ചാർജ് ആവുന്ന ഡിസ്ചാർജ്. കപ്പാസിറ്റർ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ കപ്പാസിറ്റർ കാരണം വാല്യൂ ഒരുപോലെ ലൈറ്റ് കത്തും. ഒരുപോലെ ഇത് ഇത്ര സമയം കത്തി, അതേ സമയം ഇത്ര കത്തി, ആ സമയം ഇത്ര കത്തി, കെട്ടു കത്തി അങ്ങനെ നോക്കും. എന്താണ് ട്രാഫിക് ലൈറ്റിൻ്റെ ഇത് ഡിജിറ്റൽ IC CD4026 IC. ഇത് 8 ഡിജിറ്റ് അല്ലേ, ഒരു 7 സെഗ്മെൻറ്റ് 8 ഡിജിറ്റ്. ഓരോ വയറിൽ ഓരോന്ന് അമർത്തി കഴിഞ്ഞ് ഒരു ബട്ടൺ വെച്ച് ഓരോന്ന് അമർത്തി കഴിഞ്ഞ് ഓരോ 1 2 3 4 5 6 7 8 9 0 വരെ മാറ്റം പറഞ്ഞ IC മറിച്ചിട്ടില്ല മാത്രം. ഇത് വേണ്ട ഓരോന്നിൻ്റെ പേര്. എലിഫൻറ്റിന് 24 പല്ല്, സിംഹത്തിന് 30, ക്യാറ്റിന് 30, ഓരോന്നിന്. ഡോഗിന് 44, ഹോഴ്സിന് 42, മങ്കിക്ക് 34, പിന്നെ ക്യാമലിന് 34, കൊക്കോഡയിൽ 50 ടീത്ത്, പിന്നെ റാറ്റ് 18, 19, 16 ടീത്ത്. ഇത് വേറെ തന്നെ വേണ്ട. ഇത് 2 കോമൺ സ്വിച്ച്, ഒരു 12 സ്വിച്ചും സപ്ലൈ വന്ന് ഇത് ഓൺ ചെയ്ത് ഇത് കത്തുന്ന മാതിരി ഇതിൽ കൂടെ വന്ന് ഇത് ഈ സപ്ലൈ ഇതിൽ കൂടെ വന്ന് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ കൂടെ വന്ന് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് കത്തുമ്പോൾ ഇത് ഫാൻ കൺട്രോൾ കണ്ട
ഇത് 2 സ്വിച്ച് 2 വേ സ്വിച്ച്, ഒരു ഫാനും. ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇവിടുന്ന് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് ഓഫ് ചെയ്യും, ഇവിടെ ഓഫ് ചെയ്യാം, ഇവിടെ ഓഫ് ചെയ്യാം, ഇവിടെ ഓൺ ചെയ്യാം, ഇവിടെ ഓൺ ചെയ്യാം. കൺട്രോൾ ഒക്കെയുണ്ട്. ഇത് പണ്ടത്തെ ഡാൻസ് ഇന്ത്യ ഇതുപോലെ LED വെച്ച് വച്ച് മാത്രം. ഇത് പവർ കൂട്ടാൻ വേണ്ടി പ്രത്യേകം കപ്പാസിറ്റർ ഡയോഡൊക്കെ ഇട്ടിട്ട് ഉള്ളത്. ഭാരം കുറഞ്ഞ ലോകം ലിഥിയം. ഈ മൊബൈലിൻ്റെ ഉള്ളിൽ ലിഥിയം ബാറ്ററിയാണ്. അതിൽ ഭാരം കുറഞ്ഞ കൂടുതൽ വോൾട്ടേജ് നിൽക്കുകയും ചെയ്യും. ലാഭ രൂപത്തിലുള്ള ലോഹം മെർക്കുറി. ഇത് പിന്നെ ഒരു റിലേ എത്ര വോൾട്ടിങ് 12 വോൾട്ടാണ്. ഞാൻ 9 വോൾട്ടിൻ്റെ റിലേക്കിൻ്റെ 6 വോൾട്ടിൻ്റെ. അതിങ്ങനെ ഇത് ഈ 3 പോയിൻ്റുകളാണ്. ഇതിൽ കോയിലാണ് ഈ അറ്റം ഇതിൻ്റെ അടുക്കിൽ ഇവിടെ കോണ്ടാക്ട്. ഇതിന്ന് ഇതിലേക്ക് വരും, ഈ കോണ്ടാക്ട് ഇതിന്ന് ഇതിലേക്ക് വരും. അങ്ങനെ ഈ 12 വോൾട്ട് കൊടുത്തിട്ട് നമ്മൾ കപ്പാസിറ്റർ ഇതിലിട്ടിട്ട് ഓരോ സെൻസറിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ ലാമ്പ് കടലും കത്തുന്ന സ്പീഡ് കൂടുതലും നമ്മൾ കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ ലാമ്പ് കടലും കത്തലാവും.